പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 ഹ്യൂമാനിറ്റീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിഷയമായ ഹിസ്റ്ററി കോഡ് നമ്പർ 315ൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. ചാപ്റ്റർ 3 ആണ് ക്ലാസ് എടുക്കുന്നത്. ദ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിലും ബാച്ചുകളിലും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എല്ലാ വിഷയങ്ങളുടെയും സിലബസിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പുനഃക്രമീകരിച്ചിട്ടുള്ളത്. ഹിസ്റ്ററിയുടെ സിലബസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പബ്ലിക് എക്സാമിന് പഠിക്കേണ്ട ചാപ്റ്ററുകൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹിസ്റ്ററിയുടെ ആദ്യത്തെ 2 ലെസൺ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തുടക്കമിടേണ്ടത് 3ാമത്തെ ലെസണാണ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസറും ആണ് ഞാൻ ബോർഡിൽ എഴുതിക്കുന്നത്. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 മാർക്കിൻ്റെ, 4 മാർക്കിൻ്റെ, 5 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസും ആൻസറും ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഏറ്റവും വലിയ ക്വസ്റ്റ്യൻസ് 5 മാർക്കാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോസിൽ അവതരിപ്പിക്കുന്നതാണ്. നമുക്കറിയാം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബോർഡിൽ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുള്ളത്. ഏകദേശം 11 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഗിവൺ അക്കൗണ്ട് ഓൺ ഇന്നോവേഷൻസ് കണ്ടക്റ്റഡ് ഇൻ ദ ഹാരപ്പൻ സെന്റർ. ഇന്നോവേഷൻസ് എന്ന് പറയുന്നത് കണ്ടെത്തലുകളാണ്. ഹാരപ്പൻ കേന്ദ്രങ്ങളിൽ നടത്തപ്പെട്ട ഗണനങ്ങളെ കുറിച്ചും കേന്ദ്രങ്ങളുടെ കണ്ടെത്തലുകളെ കുറിച്ചിട്ട് ഒരു വിവരണം തയ്യാറാക്കാനാണ് പറയുന്നത്. ഹാരപ്പൻ കേന്ദ്രങ്ങളുടെ കണ്ടെത്തലുകൾ. അപ്പൊ എന്താണ് ഹാരപ്പൻ സംസ്കാരം എന്ന് നമുക്കറിയണം. എവിടെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് അറിയണം. സംഭവം ഇന്ത്യയിലാണ് എന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ നോർത്ത് ഭാഗത്താണ്. സിന്ധു നദീതട സംസ്കാരം 2 കേന്ദ്രങ്ങളിലാണ് വികാസം പ്രാപിച്ചത്. അത് ഒന്ന് ഹാരപ്പയും 2 മോഹൻജാദോരയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഹാരപ്പയെ കുറിച്ച് മാത്രമാണ് ഈ ചാപ്റ്റർ പറയുന്നത്. മോഹൻജാദോരയെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നില്ല. ഇപ്പൊ സിന്ധു നദീതട സംസ്കാരം വ്യാപിച്ചതിൽ പ്രധാനപ്പെട്ട സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. പഞ്ചാബിലെ മൗദ് ഗോമറി ജില്ലയിൽപ്പെട്ട പ്രദേശമാണ് ഹാരപ്പ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഏകദേശം വരുന്നത്. ഇത് സിന്ധിലെ ലാർക്കാന ജില്ലയിലാണ് മോഹൻജദാരോ. മോഹൻജദാരോ എന്ന വാക്കിനർത്ഥം മരിച്ചവരുടെ മേട് എന്നാണ്. ഹാരപ്പക്കും മോഹൻജദാരോക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് 650 കിലോമീറ്ററാണ്. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിലും ഇവക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുമാണ് ഈ സംസ്കാരം പടർന്നു കിടക്കുന്നത്. രാജസ്ഥാനിലെ കാലിബംഗാൻ എന്ന പ്രദേശത്താണ് ഹാരപ്പൻ നാഗരികത കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, ഗാഗർ എന്ന നദിയുടെ തീരത്താണ് കാലിബംഗാൻ സ്ഥിതി ചെയ്യുന്നത്. BK താപൃത നിർദ്ദേശപ്രകാരമാണ് കാലിബംഗാനിൽ ഉത്ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പഞ്ചാബിലെ രവി നദീതീരത്താണ് ഹാരപ്പൻ നാഗരികത കണ്ടെത്തിയത്. ഹരിയാനയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഹാരപ്പൻ സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗുജറാത്തിലെ ലോത്തൽ, കച്ച് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഹാരപ്പൻ നാഗരികത കൂടുതൽ കണ്ടെത്തിയത്. SR രാവു ആണ് ഇതിന് ഗണന നടത്തിയത്. 1 വേർഡായിട്ട് ചോദിക്കട്ടെ, ഹാരപ്പൻ ഇത് ഗണന നടത്തിയ വ്യക്തി ആരാന്നുള്ളത് 1 വേർഡായി ചോദിച്ചാൽ SR രാവു ആണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഏകദേശം ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏതൊക്കെ ഭാഗങ്ങളാണ് ഇതിൽ വരുന്നത്? ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് വ്യാപിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദ 3 phases ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ 3 ഘട്ടങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിച്ചിട്ടുള്ള കാലനിർണയത്തിൽ ഹാരപ്പൻ നാഗരികതയ്ക്ക് ഏകദേശം 5000 വർഷത്തെ പഴക്കമുണ്ട്. ഹാരപ്പൻ സംസ്കാര കാലഘട്ടത്തെ 3ആയി തരംതിരിച്ചു. 1 ആദ്യ കാലഘട്ടം, 2ാമത് പക്വതയാർന്ന കാലഘട്ടം, 3 അവസാന ഘട്ടം. ഈ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് BC 3500 മുതൽ BC 2600 വരെയാണ്.
പക്വതയാർന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ BC 2600 മുതൽ BC 1800 വരെ. അതിനു ശേഷമുള്ള കാലഘട്ടമാണ് ഏത് വരുന്നത്? അവസാന ഘട്ടമായിട്ട് വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്രൈബ് ദി ഇമ്പോർട്ടന്റ് ഫീച്ചർ, പ്രധാനപ്പെട്ട സവിശേഷതകൾ വിശദീകരിക്കാനാണ്. ഇതിന്റെ ഹാരപ്പൻ ടൗൺ പ്ലാനിംഗ് ആണ്. ഹാരപ്പൻ പട്ടണങ്ങളെ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നതിനെ കുറിച്ച് വിശദീകരിക്കാനാണ്. അപ്പൊ നദീതീരങ്ങളിലെ സമതലങ്ങൾ, മരുഭൂമിയിലെ അതിർത്തികൾ, കടൽ തീരങ്ങൾ എന്നിവിടങ്ങളിലാണ് ഹാരപ്പൻ പട്ടണങ്ങൾ സ്ഥാപിതമായത്. ഓരോ പട്ടണങ്ങളും 2 ഭാഗങ്ങളായി തിരിച്ചിരുന്നു. അതിലൊന്ന് കോട്ട കെട്ടി ഉറപ്പിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ഭരണാധികാരികൾ താമസിച്ചിരുന്നത് അവിടെയായിരുന്നു. ബാക്കി ഭാഗത്ത് ജനങ്ങളും പാവപ്പെട്ടവരും താമസിച്ചിരുന്നു. കോട്ടക്കകത്ത് വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നു. അവ ഭരണകേന്ദ്രങ്ങളോ ചടങ്ങുകൾ നടത്താനുള്ള സ്ഥലമായിരുന്നു. മോഹൻജദാരോയിലും ഹാരപ്പയിലും കോട്ടയ്ക്ക് ചുറ്റും ഇഷ്ടിക കൊണ്ടുള്ള മതിലുണ്ടായിരുന്നു. എന്നാൽ കാലി ബംഗാളിൽ കോട്ടയും താമസ മേഖലയും ഉൾപ്പെടുത്തിയാണ് മതിൽ കെട്ടിയിട്ടത്. ഈ രീതിയിലാണ്. അതേപോലെ തന്നെ തെക്ക് വടക്കായി തെരുവ് വരകൾ നിർമ്മിച്ചിരുന്നു. ഇവ മറ്റു വഴികളെ ബന്ധിപ്പിച്ചിരുന്നു. ബോധപൂർവപരമായ ഒരു നഗരാസൂത്രണം ഹാരപ്പയിൽ ഉണ്ടായിരുന്നു. നഗരങ്ങൾ 1ാം തരം ശുചീകരണ സംവിധാനങ്ങളോട് കൂടിയായിരുന്നു. തെരുവുകളുടെ അതിരുകളിൽ ചാലുകൾ ഉണ്ടായിരുന്നു. വീടുകളുടെ മലിനജലങ്ങൾ ഓവുകളിലൂടെ ഈ ചാലുകളിലേക്ക് വിട്ടുകൊടുത്തിരുന്നു എന്നതാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ക്രാഫ്റ്റ്. വ്യവസായങ്ങളും കരകൗശല മേഖലകളൊക്കെ എങ്ങനെയായിരുന്നു ഹാരപ്പൻ സംസ്കാര കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. ശില്പവേല, കൊത്തുപണി, മൺപാത്ര നിർമ്മാണം എന്നിവയിൽ ഹാരപ്പൻ ആളുകൾ പ്രഗത്ഭരായിരുന്നു. വെങ്കലം, കളിമണ്ണ്, കല്ല് എന്നിവ കൊണ്ടുണ്ടാക്കിയ പ്രതിമകൾ അവരുടെ കലാവൈഭവത്തിന്റെ തെളിവാണ്. പ്ലാസ്റ്റിക് കലയുടെ മികച്ച തെളിവാണ് ഹാരപ്പൻ സീലുകൾ എന്ന് പറയുന്നത്. ഹാരപ്പക്കാർ മനോഹരമായ വജ്രമണികൾ നിർമ്മിച്ചിരുന്നു. വൈഡൂര്യം, മാണിക്യം തുടങ്ങിയ രത്നക്കല്ലുകൾ പതിച്ച മണികളും സ്വർണം, വെള്ളി എന്നിവ കൊണ്ടുണ്ടാക്കുന്ന മണികളും അവർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. അടുത്തത് 5ാമത്തെ, അനലൈസ് ദി ഫീച്ചേഴ്സ് ഓഫ് ഗ്രേറ്റ് പാത്ത് ഫൗണ്ട് ഇൻ ദി ഹാരപ്പൻ സെന്റർ. ഹാരപ്പൻ സംസ്കാര കേന്ദ്രത്തിൽ കണ്ടെത്തിയ ആ നിർമ്മിതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. നിർമ്മിതികളിൽ ഏറ്റവും പ്രസിദ്ധമായത് മോഹൻജദാരോയിലെ കൂറ്റൻ കുളമാണ്. 11.8 മീറ്റർ നീളവും 7 മീറ്റർ വീതിയും 2.43 മീറ്റർ ആഴമുള്ള ഈ കുളം ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചത്. കുളത്തിലിറങ്ങാൻ 2 അറ്റവും ചവിട്ടുപടികൾ ഉണ്ടായിരുന്നു. കുളത്തിന്റെ അടിത്തട്ട് കന്മദം എന്ന ധാതു ഉപയോഗിച്ച് വെള്ളം ചോരാതാക്കിയിട്ടുണ്ട്. എന്നാൽ വെള്ളം ചോർത്തിക്കളയാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. കുളത്തിന് ചുറ്റും മുറിവുകളും പൂമുഖങ്ങളും ഉണ്ടായിരുന്നു. വൈദികപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും സ്നാനത്തിനുള്ള കുളമായിരിക്കും അത്. കുളത്തിന്റെ മറ്റൊരു ഭാഗത്ത് വീതിയുള്ള നീണ്ട ഒരു കെട്ടിടമുണ്ട്. വളരെ ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥന്റെ വസതിയിലായിരിക്കും ഇത്. സമ്മേളന ഹാളമാണ് മറ്റൊരു വലിയ കെട്ടിടമായിട്ട് വരുന്നത്. 6ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദി സോഷ്യൽ ലൈഫ് ഓഫ് ഹാരപ്പൻ പീപ്പിൾ ആണ്. ഹാരപ്പൻ ജനതയുടെ സാമൂഹിക ജീവിതത്തെ കുറിച്ച് വിവരിക്കാനാണ്. ഹാരപ്പൻ ജനതയുടെ സാമൂഹിക ജീവിതത്തിൽ ഒന്ന് പറയുന്ന ഭക്ഷണമാണ്, പിന്നെ വസ്ത്രം, ഫാഷൻ, വിനോദങ്ങൾ, ആയുധങ്ങൾ, മൃഗങ്ങൾ. അതിൽ 1ാമത് പറയുന്നത് ഭക്ഷണമാണ്. ഹാരപ്പൻകാർ സസ്യബുക്കുകളും മാംസബുക്കുകളായിരുന്നു. ഗോതമ്പ്, ബാർലി, അരി, തിന, എള്ള്, കടുക്, നെയ്യ് എന്നിവയെല്ലാം ഉപയോഗിച്ചിരുന്നു. മാംസം, മത്സ്യം എന്നിവയും അവർ ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നു. ഇനി 2ാമത് വസ്ത്രധാരണം എങ്ങനെയായിരുന്നു എന്നാണ്. തുണി അരയിൽ ചുറ്റി ഒരറ്റം ഇടത് തോളിലിട്ട് വലത് കൈയുടെ ചുവട്ടിൽ കൊണ്ടുവരികയാണ് ഹാരപ്പക്കാർ ചെയ്തത്. പരുത്തി തുണിയും കമ്പിളി തുണിയും ഉപയോഗിച്ചിരുന്നു. കൂടാതെ സൂചിയും നൂലും ഉപയോഗിച്ചിരുന്നു. 3ാമത് പറയുന്നത് ഫാഷനാണ്. സ്ത്രീകളും പുരുഷന്മാരും ആഭരണങ്ങൾ ധരിച്ചിരുന്നു. ഇവർക്ക് നീണ്ട തലമുടി ഉണ്ടായിരുന്നു. താടി വളർത്തുന്നത് ഫാഷനായിരുന്നു, എങ്കിലും മീശ വടിച്ചു കളഞ്ഞു. പിന്നെ വിനോദങ്ങൾ എങ്ങനെയാണ്? മത്സ്യബന്ധനം, കാളപ്പോര്, ചൂതാട്ടം എന്നിവയെല്ലാം ഇവരുടെ വിനോദമായിരുന്നു. കുട്ടികൾ കളിമണ്ണ് കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ചിരുന്നു. സംഗീതം, നൃത്തം എന്നിവയും ഇവരുടെ മുഖ്യ വിനോദമായിരുന്നു.
പിന്നെ ആയുധങ്ങൾ എങ്ങനെയായിരുന്നു? ഹാരപ്പൻ ജനത സമാധാനപ്രിയരായിരുന്നു. മഴു, കുന്തം, വില്ല് എന്നിവയായിരുന്നു അവരുടെ മുഖ്യ യുദ്ധോപകരണങ്ങൾ. പിന്നെ ആറാമത് പറയുന്നത് മൃഗങ്ങളെ ഇണക്കലാണ്. മൃഗപരിപാലനം ഹാരപ്പൻകാരുടെ ഒരു ഉപജീവനമായിരുന്നു. ആട്, ചെമ്മരിയാട്, പശു തുടങ്ങിയവയെ ഇണക്കി വളർത്തിയിരുന്നു. ഭാരം വഹിക്കുന്ന മൃഗങ്ങളായ കഴുതകളെയും ഒട്ടകങ്ങളെയും അവർ വളർത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ കുതിര ഉണ്ടായിരുന്നില്ല. ഇനി അടുത്ത ചോദ്യമാണ് ഏഴാമത്തെ. അനലൈസ് ദി എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ഹാരപ്പൻ പീപ്പിൾ ആണ്. എക്കണോമിക് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനമാണ്. ഹാരപ്പൻ ചെന്നൊരു സാമ്പത്തിക പ്രവർത്തനം. അതിൽ വരുന്ന കൃഷിയാണ്. ഹാരപ്പൻ നഗര ജീവിതം കാർഷികോൽപാദനത്തിൽ അധിഷ്ഠിതമായിരുന്നു. നാനാതരം വിളകളെയും ഇണക്കിയെടുത്ത വീട്ടുമൃഗങ്ങളെയും വന്യജീവികളെ ചൂഷണം ചെയ്യുന്നതിനെയും ആധാരമാക്കിയായിരുന്നു ഹാരപ്പൻ കാർഷിക സംവിധാനം. അളവും തൂക്കം എന്ന് പറയുന്നത് ഒരുപാട് തൂക്കക്കട്ടികൾ മോഹൻജദാരോയിലും ഹാരപ്പയിലും കണ്ടെത്തിയിരുന്നു. ഇവ പല വലുപ്പത്തിലുള്ളതായിരുന്നു. ഒരു ഏകീകൃത അളവുകളും തൂക്കങ്ങളും ഇവർ ഉപയോഗിച്ചിരുന്നു. തൂക്കങ്ങൾക്ക് 16ഉം അതിൻ്റെ ഗണിതവുമാണ് ഉപയോഗിച്ചിരുന്നത്. അളവിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യത ഉണ്ടായിരുന്നതാണ്. പിന്നെ പണിയായുധങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നതാണ്? ചെമ്പ്, ഓട്, കല്ല് എന്നിവ കൊണ്ട് നിർമ്മിച്ച പണിയുദ്ധ ആയുധങ്ങളാണ് ഹാരപ്പക്കാർ ഉപയോഗിച്ചത്. ഇനി എട്ടാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് സം ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ റിലീജിയസ് ലൈഫാണ്. ഹാരപ്പൻ മതജീവിതത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഹാരപ്പയിൽ കണ്ടെടുത്ത മുദ്രകളിൽ ആലേഖനം ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്നും ടെറാക്കോട്ട രൂപങ്ങളിൽ നിന്നുമാണ് അവരുടെ നിലനിന്ന മതത്തെ പറ്റിയുള്ള അറിവ് നമുക്ക് ലഭിച്ചിരുന്നത്. അരക്കച്ചയും ചിത്രപ്പണികളുമുള്ള തലക്കട്ടയും പൂമാലയും അരനാണം ധരിച്ച നിലയിൽ അർദ്ധനഗ്നനായ ഒരു സ്ത്രീ രൂപം ആലേഖനം ചെയ്യപ്പെട്ട ധാരാളം മുദ്രകൾ കണ്ടുകിട്ടിയതിൽ നിന്ന് ആ രൂപം മാതൃദേവതയുടെയോ പ്രകൃതി ദേവതയോ ആയിരിക്കുമെന്ന് അനുമാനിക്കുന്നു. അതുപോലെ ഭൂമി ദേവതയുടെ ആരാധനയും അവരുടെ ഇടയിലുണ്ടായിരുന്നു. കാലുകൾ അകറ്റി തഴകിലായി നിൽക്കുന്ന നഗ്നനായ സ്ത്രീരൂപത്തിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഒരു ചെടി വെളിയിൽ വരുന്ന ചിത്രം ആലേഖനം ചെയ്യപ്പെട്ട മുദ്ര കണ്ടെടുത്താണ് ഈ നിഗമനത്തിലെത്തുന്നത്. ആ മുദ്രയുടെ മറുവശത്ത് അരിവാൾ കയ്യിലേന്തിയ ഒരു മനുഷ്യന്റെയും മുട്ടിമേൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെയും ചിത്രങ്ങളാണ് ആലേഖനം ചെയ്തത്. അത് മറുവശത്ത് കാണിച്ചിരിക്കുന്ന ദേവതയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ രീതിയിലൊക്കെയാണ്. ഇനി അടുത്ത ചോദ്യമാണ്, ഗീവ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദി ഹാരപ്പൻ ട്രൈഡ് വിത്ത് മെസോപ്പൊട്ടോമിയ എന്നുള്ളതാണ് പറയുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, ഡിസ്കസ് ദി ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആക്ടിവിറ്റീസ് ഓഫ് ഹാരപ്പൻ. ഹാരപ്പൻ ജനതയുടെ കച്ചവടവും വാണിജ്യ പ്രവർത്തനങ്ങളും എങ്ങനെയാണെന്നാണ്. ഹാരപ്പൻ ജനത വിപുലമായ ഒരു ആഭ്യന്തര വിദേശ വ്യാപാര ശൃംഖല സൃഷ്ടിച്ച ആളുകളാണ്. വിദൂര സ്ഥലങ്ങളിലേക്കുള്ള വ്യാപാര ബന്ധം ഹാരപ്പൻ നഗരികത ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിന്റെ വികസിത കാലഘട്ടത്തിൽ വ്യാപാരം അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. ഐക്യരൂപമുള്ള അളവ് തൂക്കങ്ങൾ കൈവേലയിൽ ആയിരുന്നു. പ്രത്യേക പരിശീലനം പ്രധാന പട്ടണങ്ങളിലായിരുന്നു. കലവറകൾ, സീലുകൾ, ലോതാളിൽ കണ്ടെത്തിയ കപ്പൽ ഇവയെല്ലാം ഐശ്വര്യപൂർവമായ വ്യാപാരം നടത്തിയിരുന്നു എന്ന് തെളിവാണ്. കല്ല്, ലോഹം, ശംഖ്, ധാന്യം തുടങ്ങിയാണ് പ്രധാനമാർ അവർ വ്യാപാരം ചെയ്തിരുന്നത്. വസ്തുക്കളുടെ നിർമ്മിത വസ്തുക്കളും ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം നൽകിയിരുന്നു. അയൽ പ്രദേശത്തു നിന്ന് ലോഹം അവർ ഇറക്കുമതി ചെയ്തു. മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗ, ലോധ എന്നിവിടങ്ങളിലും സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തി. ഇനി പത്താമത്തെ ചോദ്യമാണ്, ഗീവ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദി ഹാരപ്പൻ ട്രേഡ് വിത്ത് മെസോപ്പൊട്ടോമിയ എന്നുള്ളതാണ് പറയുന്നത്. മെസോപ്പൊട്ടോമിയയുമായി ഹാരപ്പക്കുണ്ടായിരുന്ന വ്യാപാര ബന്ധം എന്താണ്? മെസോപ്പൊട്ടോമിയ, ഈജിപ്ത്, ക്രീറ്റ് എന്നീ സ്ഥലങ്ങളിൽ ഹാരപ്പൻ സാധനങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ സീലുകൾ ഇത് ശരിവെക്കുന്നു. ഹാരപ്പൻ വ്യാപാരത്തിലെ മുഖ്യ പങ്കാളികളും ഹാരപ്പൻ ഉൽപ്പന്നങ്ങളുടെ പ്രധാന ഉപഭോക്താവും മെസോപ്പൊട്ടോമിയ ആയിരുന്നു. സൂസ, ഉർക്കിഷ്, ലാഗേഷ് തുടങ്ങിയ മെസോപ്പൊട്ടോമിയ നഗരങ്ങളിൽ നിന്ന് ഏകദേശം ഡസൻ ഹാരപ്പൻ സീലുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം പേഴ്ഷ്യൻ ഗൾഫ് പ്രദേശമായ ഫൈൽക്ക, ബഹ്റൈൻ സൈറ്റുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പൻ ലിപിയോടുകൂടി സീൽ മെസോപ്പൊട്ടോമിയ നഗരമായ നിപ്പൂറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സീലിൽ യൂണിക്കോണിന്റെ ഒറ്റ കൊമ്പുള്ള ഒരു തരം മൃഗം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഉറിയുണ്ട്. കച്ചവട മെലൂഹമായ വ്യാപാര ബന്ധം നടത്തിയതായി മെസോപ്പൊട്ടോമിയ സാഹിത്യങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് പറയുന്നത്. ഇനി ലാസ്റ്റ് ചോദ്യമാണ്, അക്കൗണ്ട് ഫോർ ദി ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന പതന കാരണങ്ങൾ എന്തൊക്കെയാണ് തകരാനുള്ള കാരണം? ഹാരപ്പൻ സംസ്കാരത്തിന്റെ നാശം എങ്ങനെ സംഭവിച്ചു എന്ന് കൃത്യമായി പറയാൻ വിഷമാണ്. എങ്കിലും ചില കാര്യങ്ങൾ ചരിത്രകാരൻ പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത്, വർഷ
പാദത്തിൽ വന്ന കുറവ് സിന്ധ് പ്രദേശത്തെ വലിയ പ്രതിസന്ധിയാക്കി എന്നാണ് പറയുന്നത്. കാലാവസ്ഥയിൽ വന്ന മാറ്റം ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതാണ്. സിന്ധു നദിയുടെ കാലക്രമത്തിലുണ്ടായ ഗതിമാറ്റം മണ്ണിന്റെ വളക്കൂർ നഷ്ടപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇതുമൂലം ജനങ്ങൾ നാട് വിട്ടിരുന്നു. മൂന്നാമത് പറയുന്നത് ആര്യന്മാരുടെ ആക്രമണം ഇവരെ നശിപ്പിച്ചു. 4 ഭൂകമ്പമോ കൊടുങ്കാറ്റോ കാരണം നഗരങ്ങളാകെ നശിക്കാമെന്നും പണ്ഡിതന്മാർ പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം വലിയ വലിയ ക്വസ്റ്റ്യൻസ് അവതരിപ്പിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ ഓരോ മാർക്കിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് അവതരിപ്പിക്കും. LASന്റെ അഡ്മിഷനും ക്ലാസ്സുകൾക്കൊക്കെ നമ്മുടെ സ്ഥാപനവുമായിട്ട് കോൺടാക്ട് ചെയ്യുക. NAS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 9037114679. ഓക്കെ, താങ്ക് യു.